വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന് മുമ്പിൽ മുഴങ്കാൽ മടക്കുവാൻ കർത്താവ് ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കേണ്ടതിനായി കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാമല്ലോ. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന് നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പനിമിഷം ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 122:7. സങ്കീർത്തനങ്ങൾ 122:7. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമ്മളിവിടെ വായിച്ചത്. ഈ ലോകത്തിന് ആവശ്യമായ ദൂത് ഈ പുസ്തകത്തിനകത്ത് ദാവീദ് രാജാവ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്തോത്രം. താൻ രാജാവായിരിക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്ര രാജവാഴ്ചയുടെ നാളുകളിൽ ദൈവത്തിനു വേണ്ടി സങ്കീർത്തനങ്ങൾ എഴുതുവാനിടയായി. സ്തോത്രം. തൻ്റെ ഓരോ സങ്കീർത്തനങ്ങളും തൻ്റെ ജീവിതവുമായി തട്ടിച്ച് തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന വിജയവും ദൈവം കൊടുത്തിരിക്കുന്ന സുരക്ഷിതത്വവും ദൈവം തനിക്ക് വേണ്ടി ആമേൻ നിയമിച്ചിരിക്കുന്ന ചില അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ ദാവീദ് നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് തന്ന ദൂതാണ് നിന്റെ കൊത്തളങ്ങളിൽ എന്ന് പറഞ്ഞാൽ സ്തോത്രം. നമുക്കറിയാം, ഈ ഹബക്കൂക്കിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആ 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് ഒരു വലിയ ദൈവമഹത്വം നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഹബക്കൂക്ക് 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയുണ്ട്: ഞാൻ കൊത്തളങ്ങളിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് അരുളി ചെയ്യും. കണ്ടോ, ഞാൻ കൊത്തളങ്ങളിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട്. ആമേൻ, ആമേൻ. പഴയ നിയമം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ഓരോ വീടിൻ്റെയും മുൻവശം, അതായത് മതിൽ, മുൻപേ ഉള്ള മതിലിൻ്റെ ആമേൻ ആ ഫില്ലറോട് ചേർന്ന് കൊത്തളങ്ങൾ പണിയാറുണ്ട്. കൊത്തളങ്ങൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ വരുമ്പോൾ ശത്രുക്കളെ കാണാം, പക്ഷെ ശത്രുക്കൾക്ക് അകത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള കൊത്തളങ്ങൾ, ചെറിയ 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 കൊത്തളങ്ങൾ അവർ പണിയാറുണ്ട്. അതിനകത്ത് നിന്ന് കാവൽ കാത്തുകൊള്ളുന്ന, അപ്പം കാവൽ കാത്തുകൊള്ളുന്ന നൂറുകണക്കിന് സൈനികർ ആ കൊത്തളങ്ങളിൽ പാർത്തിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ശത്രു ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയും. ഇന്ന് പകലിൽ ശത്രു നിൻ്റെ കുടുംബത്തിനകത്ത് കയറും മുൻപേ ആമേൻ അവൻ്റെ യാത്രകളും അവൻ്റെ സ്പീഡും അവൻ്റെ വഴികളെയും കൊത്തളങ്ങളിൽ നിന്ന് കാണുവാൻ ദൈവം ചിലവരെ നിർത്തിയിട്ടുണ്ട്. ദൈവപൈതലേ, ആമേൻ നിന്റെ കൊത്തളങ്ങളിൽ എന്തുണ്ട്? സമാധാനം. പ്രൈസ് ദി ലോർഡ്. 2, നിന്റെ അരമനകളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ. അപ്പോൾ 1, നിന്റെ കൊത്തളങ്ങളിൽ എന്തുണ്ട്? സമാധാനം. 2, നിന്റെ അരമനകളിൽ എന്തുണ്ട്? സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ. ഒരു പ്രാർത്ഥനയാതെൻ്റെ അമ്മ, ഒരു ആരോപണ ഗീതമാണ്, ഒരു പ്രാർത്ഥനയാണ്, തൻ്റെ ഒരു ധ്യാനമാണ്. ആമേൻ. ഇന്ന് പകലിൽ നഗരത്തിൻ്റെ മധ്യത്തിൽ യെരുശലേമിൻ്റെ ആമേൻ മതിലുകൾക്കകത്ത് ചെറിയ ചെറിയ കൊത്തളങ്ങൾ പണിത് ജനം അരമനകളിൽ പാർക്കുമ്പോൾ അവർക്ക് എന്തുണ്ടാകും? സുരക്ഷിതത്വം ഉണ്ടാകും, ഒരു സംരക്ഷണമുണ്ടാകും. അപ്പോൾ അവർ ഇരിക്കുന്നത് കൊത്തളങ്ങളിലാണെങ്കിൽ അരമനകളിൽ ഇരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിനകത്ത് വസിക്കുന്നവർക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്. ഈ സമാധാനത്തിൻ്റെ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് ദാവീദിൽ കൂടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി, വലിയ അത്ഭുതങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മഹത്വം
നമ്മുടെ മധ്യത്തിൽ കർത്താവ് അയക്കട്ടെ. ഈ സങ്കീർത്തന ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ 122 സങ്കീർത്തന 1 വാക്യം മുതൽ 9 വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ 9 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ദൈവ പൈതലിന് എന്തെങ്കിലും നന്മകൾ പ്രാപിക്കണമെങ്കിൽ എവിടെയാണ്? ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് അവൻ എന്ത് ചെയ്യണം? അവൻ മുഴങ്കാൽ മടക്കണം. അപ്പോൾ ആലയത്തിനകത്ത് മുഴങ്കാൽ മടക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത് വലിയ അനുഗ്രഹങ്ങളാണ്. ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ സാന്നിധ്യവും അതിശക്തമായി വെളിപ്പെടുന്ന തലത്തിൽ നമുക്കറിയാം. നെഹമ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നെഹമ്യാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി ഇടപെട്ടു. 2 അധ്യായത്തിൻ്റെ 10 വാക്യം നിങ്ങൾ വായിച്ചു നോക്കൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വളരെ ശക്തമായി യിരെമ്യാവിനോട് ദൈവാത്മാവ് ആമേൻ ഇടപെടുകയാണ്. അവിടെ പറയുന്നത്, ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നു. ആമേൻ. അവർക്ക് ഏറ്റവും അനിഷ്ടമായത് കണ്ടോ എവിടെ ചെയ്തു? യെരൂശലേമിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നെഹമ്യാവിനോട് അരുളി ചെയ്യുന്ന ഒരു ദൂത്, ഹല്ലേലൂയ, ആമേൻ, അമോന്യനായ ദാസൻ, ആമേൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി ചെയ്യുവാൻ ഗുണം ചെയ്യേണ്ട മനുഷ്യൻ വന്ന് എന്ത് ചെയ്തു? ദോഷമായത് ചെയ്തു. ദൈവവൈതലെ, ആലയത്തിൽ പോകുന്നത് ദോഷം പ്രവർത്തിക്കാനല്ല. പിന്നെ എന്ത് ചെയ്യാൻ ആലയത്തിൽ പോകുന്നത്? ആലയത്തിൽ പോകുന്നത് ആമേൻ ദൈവത്തിൻ്റെ മുമ്പിൽ നന്മ പ്രാപിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അഭിഷക്തന്മാരായിരിക്കുന്ന ദൈവമക്കളോടൊരു കാര്യം ഇന്ന് പകൽക്കാലം പറയാം. പ്രൈസ് ദി ലോർഡ്. എസ്തേറിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 10 അധ്യായത്തിൻ്റെ 3 വാക്യത്തിലേക്ക് ആമേൻ വായിക്കുമ്പോൾ, യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ ആമേൻ രണ്ടാമനും യഹൂദയിൽ വച്ച് മഹാനും സഹോദര സംഘത്തിന് ആമേൻ സ്തോത്രം ആമേൻ ഇഷ്ടപ്പെടുവാൻ തക്കവണ്ണം സോജനത്തിന് ഗുണം ആമേൻ അന്വേഷിക്കുക. ആമേൻ സ്തോത്രം ഒരു മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കാലഘട്ടത്തിൽ അങ്ങനെയാ. ഗുണം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും എണീറ്റ് കഴിഞ്ഞാൽ അവനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയാൻ ശത്രു വളരെ പരിശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് മാത്രമല്ല, നമ്മുടെ യേശു കർത്താവിൻ്റെ കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോഴും കുരുടന് കാഴ്ച കൊടുത്തു, ചെകിടനെ കേൾപ്പിച്ചു, ഊമൻ സംസാരിച്ചു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവം നിന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്തെല്ലാം അത്ഭുതമാണ് കർത്താവ് ചെയ്തത്. പക്ഷപാതക്കാരനെ സൗഖ്യം കൊടുത്തു, കിടക്കയെടുത്ത് നടപ്പിച്ചു. അത്ഭുതങ്ങളുടെ ഒരു വലിയ നിരയായിരുന്നില്ലേ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ? ആമേൻ. എത്ര വർഷമാണ്? 3.5 വർഷം. നോക്കൂ, ഗുണം ചെയ്യാൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ എപ്പോൾ കൊന്നു നേട്ടാ മതി. സ്തോത്രം. അത് ആ തലമുറയിലും ഈ തലമുറയിലും അതിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവകുഞ്ഞെ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി, ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായി ആമേൻ നീ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഒരു വലിയ നിയോഗത്തിൻ്റെ ശുശ്രൂഷ ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്നുണ്ട്. ആമേൻ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. മാത്രമല്ല, സമാപ്തി വരുത്തുന്ന ദൈവകൃപ ഇന്ന് പകൽ നിന്റെ ശരീരത്തിൻ്റെ മേഖലയിൽ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അനന്തരം അഹശ്വേരോശ് രാജാവ് ദേശത്തിനും ആമേൻ സമുദ്രത്തിലെ ദ്വീപുകൾക്കും ഒരു കരം കൽപ്പിച്ചു. കണ്ടോ? ആമേൻ. ഇതെല്ലാം വരും. പക്ഷെ അവിടെ എല്ലാം
ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവകുഞ്ഞെ, കർത്താവ് നിന്നോടൊരു വാക്കു പറഞ്ഞാൽ അതേപോലെ തന്നെ സംഭവിക്കും. കർത്താവ് നിന്നോടൊരു വാക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ സംഭവിക്കുമെന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നോക്കിക്കേ, നിന്റെ കൊത്തളങ്ങളിൽ സമാധാനം, നിന്റെ അരമനകളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു നിയോഗപ്രകാരം ഓരോ വ്യക്തികളെയും അതിനായി ദൈവം നിയോഗിക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ എന്നെ ദൈവ പൈതലേ, നിന്റെ സമാധാനത്തെ നിലനിർത്തുവാൻ എൻ്റെ കർത്താവിന് ഇന്ന് പകൽക്കാലം കഴിയും. പ്രൈസ് ദി ലോർഡ്. 2, ആമേൻ, നിന്റെ ജീവിതത്തിനകത്ത് ശത്രു വെല്ലുവിളിച്ച് വിധി കൽപ്പിക്കുന്ന വിഷയത്തിനും ദൈവം മറുപടി കൽപ്പിക്കുമെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സഞ്ചരിക്കുന്ന ദൈവകുഞ്ഞെ, ദൈവാത്മാവിൻ്റെ മഹത്വം, ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയും അതിശക്തമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും ആയിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവിക മഹത്വവും ദൈവിക സാന്നിധ്യവും ഉടബലരഗതന ഇന്ന് പകൽക്കാലം നീ പ്രാപിച്ചെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്ത് ചില കൊത്തളങ്ങളെ ദൈവം സുരക്ഷിതത്വമാക്കാൻ പോകുകയാണ്. കാവൽ ഭടന്മാരെ നിർത്താൻ പോകുക നിനക്ക് വേണ്ടി. നിനക്ക് വിരോധമായി നിൽക്കുന്ന സകല പദ്ധതികളെയും ദൈവം പൊളിക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. കർത്താവിലേക്ക് ഏൽപ്പിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മുടെ നടുവിൽ കർത്താവ് അയക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നോട് നീ സംസാരിക്കണമേ, എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടുമാറാകണമേ എന്ന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആ ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം, ആമേൻ, ആ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് നിൽക്കുന്ന, ആമേൻ, ആ ശ്രേഷ്ഠകരമായ വ്യക്തികളിൽ കൂടെ ദൈവമഹത്വം വെളിപ്പെടുത്തേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. ആമേ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദപിടത്തിലായിരിക്കുന്നു. സർവശക്തനെ ഞങ്ങൾ ഇടപെടുമാറാകണം. പരിശുദ്ധാത്മാവ് സംസാരിച്ചല്ലോ, പിന്നെയും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാപിക്കേണ്ട സകല നന്മകളും വാഴ്ത്തത്വങ്ങളും ഞങ്ങൾ പ്രാപിച്ചെടുപ്പാൻ സഹായിക്കണമേ. ഒരു വലിയ ആത്മതീഷ്ണത ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവിൻ്റെ മഹത്വമേറിയ പ്രവൃത്തിയിൽ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥനയാചനയും കേട്ടിരിക്കുക. സ്തോത്രം. സകല ജനത്തെയും അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ആമേ, ദുഃഖങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ. കർത്താവ്, വലിയ ആത്മനിയോഗം ഇന്ന് പകൽക്കാലം ദൈവം അയക്കുന്നതിനെ ഓർത്ത് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പിതാവേ, അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.